എലിസബത്ത് ഉദയന്റെ ഈ നടന്റെയും തമ്മിലുള്ള വിഷയത്തിൽ നമ്മളെപ്പോലുള്ള ഓരോ റിയാക്ഷൻ വ്ളോഗേഴ്സിനെതിരെയും കേസ് കൊടുത്തിരിക്കുകയാണ്. ഇതിൽ എത്ര ആൾക്കാരുടെ പേര് ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് നമുക്ക് അറിയത്തില്ല. പക്ഷേ കഴിഞ്ഞ ദിവസം ഇയാൾ ഫേസ്ബുക്കിലിട്ട വീഡിയോക്കകത്താണെങ്കിൽ നമ്മുടെ ഉൾപ്പെടെയുള്ള ആളുകളുടെ പേര് എടുത്തു പറഞ്ഞിട്ട് നമ്മൾ നോൺ ബെയിലബിൾ ഒഫൻസ് ആണ് ചെയ്തേക്കുന്നത്. ഇവരുടെ ഒരു ഫാമിലി ലൈഫിനെ തകർക്കാൻ വേണ്ടിയിട്ട് ഇല്ലാത്ത കാര്യങ്ങളെ ഉണ്ടാക്കിയെടുത്ത് അതിനെ വളച്ചൊടിച്ചുകൊണ്ട് ഡിഫെയിം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഗൂഢാലോചന നടത്തുകയാണെന്നും പിന്നെ കോകില എന്ന് പറയുന്ന ആ ഒരു ലേഡീനെ വേണ്ടാതീനങ്ങൾ മൊത്തം വിളിച്ചു പറയണം. നമ്മൾ ഇവരുടെ സ്ത്രീത്വത അപമാനിക്കുന്ന രീതിയിൽ നമ്മൾ എവിടെയും സംസാരിച്ചിട്ടില്ല. ഓക്കെ, പിന്നെ ഇയാൾ പറയുന്ന പോലെ ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടാക്കിയെടുത്ത് അത് മാനിപ്പുലേറ്റ് ഒക്കെ ചെയ്യാമെന്നൊക്കെ പറയുമ്പോൾ നിങ്ങളൊരു കാര്യം ആലോചിക്കുക. നമ്മൾ ഓരോ ആൾക്കാരും പബ്ലിക്കിൽ കൊണ്ടെത്തിച്ചേക്കുന്ന സാധനങ്ങളെ മാത്രമേ നമ്മുടെ അഭിപ്രായങ്ങൾ കാര്യങ്ങളൊക്കെ നമ്മൾ സംസാരിച്ചിട്ടുള്ളൂ. അല്ലാതെ ഇതുവരെ ഒരാളും നിങ്ങളുടെ കാര്യങ്ങൾ പൊക്കി എടുത്തുകൊണ്ട് വന്ന ഒരാളും സംസാരിച്ചിട്ടില്ല. ഓക്കെ, ഇപ്പോൾ എലിസബത്ത് ഉദയനാണെങ്കിൽ ഇപ്പോൾ അത് കഴിഞ്ഞിട്ട് വന്നിരിക്കുന്ന ഒരു പുള്ളിയുണ്ട്, അദ്ദേഹം ആണെങ്കിലും വന്ന് സംസാരിക്കുന്ന കാര്യങ്ങളെ പറ്റിയിട്ട് മാത്രമേ ആൾക്കാർ അഭിപ്രായം അവരുടെ ആയിട്ടുള്ള ഒപ്പീനിയൻസ് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളൂ. ഇത് ഇന്ത്യ എന്ന് പറയുന്നൊരു രാജ്യമാണ്. ഇവിടെ ഒരാളുടെ ഏകാധിപത്യം നടത്താനുള്ള പണത്തിൻ്റെയും രാഷ്ട്രത്തിൻ്റെയും ഇൻഫ്ലുവൻസ് ഉള്ള ഒരാൾക്ക് ഏകാധിപത്യം നടത്താനുള്ള സ്ഥലമല്ല ഇത്. ഓക്കെ, നമ്മളൊരു ഇന്ത്യൻ പൗരനായതുകൊണ്ട് നമുക്ക് നമ്മുടേതായിട്ടുള്ള അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്. അത് മാത്രമാണ് നമ്മളിവിടെ അറിയിച്ചിട്ടുള്ളത്. പിന്നെ ഇയാളെ പറ്റിയുള്ള പല കാര്യങ്ങളും നമ്മളെപ്പോലുള്ള ഓരോ റിയാക്ഷൻ ബ്ലോഗേഴ്സിനാണെങ്കിൽ പേഴ്സണലി മെസ്സേജ് അയച്ചോ ഒക്കെ കുറേ ആൾക്കാരെ കുറേ ഇൻഫർമേഷൻസ് പാസ് ചെയ്തിട്ടുണ്ട്. അതൊന്നും ആരും വന്നിട്ട് അവരായിട്ട് പൊക്കി എടുത്തുകൊണ്ട് ഇവിടെ ഒന്നും സംസാരിച്ചിട്ടില്ല. ഓക്കെ, ഇവിടെ എലിസബത്തിനെ പോലുള്ള ആൾക്കാർ പബ്ലിക്കിലോട്ട് കൊണ്ടെത്തിക്കുന്ന സാധനങ്ങളെ പറ്റിയിട്ട് മാത്രമേ സംസാരിച്ചിട്ടുള്ളൂ. എല്ലാവരും അതേ ചെയ്തിട്ടുള്ളൂ. ഓക്കെ, അതിൽ പിന്നെ കൂടുതലായിട്ട് നിങ്ങൾ മറ്റേ സെന്റിമെന്റ്സ് അടിച്ചിട്ട് ആ ഒരു മൂഡ് പിടിച്ച നടക്കൂല. കാര്യം ഒരു കമന്റ് ബോക്സ് ആണ് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ഇനി എന്തിനാണ് നിങ്ങൾ ഇത്ര സെന്റി പറയുന്ന? നിങ്ങൾ ഇപ്പോൾ എലിസബത്ത് കഴിഞ്ഞ സെറ്റ് ഒരു വീഡിയോ ഉണ്ടായിരുന്നു, ആ വീഡിയോ ഞാൻ ഇങ്ങോട്ട് പ്ലേ ചെയ്യാം. ജേക്കബ് 1:30 ഇവിടെ ബെഡ്റൂമിൽ കയറുമ്പോൾ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. 1:30 ഇപ്പം സമയം. എനിക്ക് പുറത്തു പോകാൻ പറ്റില്ല. രാത്രി 1:30 ബാക്കിയുള്ളവർക്ക് കിടക്കണ്ടേ? നിങ്ങൾ കല്യാണം കഴിച്ചിട്ടാണ് ഞാൻ അങ്ങോട്ട് വന്നോണേ, അല്ല വലിഞ്ഞേറി വന്നല്ല. ഇതിന് എന്ത് മറുപടിയാണ് നിങ്ങൾക്ക് പറയാനുള്ളത്? അത് പാതിരാത്രി 1:30 സമയത്താണെങ്കിൽ ഈ ജേക്കബിനെ വിളിച്ച് റൂമിൽ കയറ്റിയേക്കുന്നത്. ഇതിനൊക്കെ എന്താണ് പറയാനുള്ളത്? കാര്യം ഇതൊക്കെ എലിസബത്താണ് പബ്ലിക്കിലോട്ട് കൊണ്ടെത്തിച്ചേക്കുന്നത്. ഓക്കെ, ഇതില്ലാത്ത കാര്യമൊന്നുമല്ലല്ലോ, ഉള്ള കാര്യം തന്നെയല്ലേ ഈ ഒരു എവിഡൻസ് എന്ന് പറഞ്ഞിട്ട് എലിസബത്ത് കൊണ്ടെത്തിച്ചേക്കുന്നത്. ഞാൻ ഇനി ആദ്യം എലിസബത്ത്, എൻ്റെ പൊന്നി വെച്ച് ഞാൻ നിങ്ങളുടെ ഒരു കാര്യം പറയട്ടെ. നിങ്ങൾ ഇനി ഈ പറഞ്ഞ വീഡിയോ കാര്യങ്ങളൊന്നും കൊണ്ടുപോയിട്ട് ഒരു കാര്യമില്ല. നമുക്ക് സംസാരിക്കാനുള്ളതോ അഡ്രസ്സ് ചെയ്യാനുള്ളതോ ഒക്കെ നമ്മളിവിടെ സംസാരിച്ച് കഴിഞ്ഞു. ഇനി നിങ്ങൾ ലീഗലി ഉള്ള തെളിവും കാര്യങ്ങളൊക്കെ ആയിട്ട് ലീഗലി മൂവ് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. കാര്യം അതിനുള്ള അത്രയും സീരിയസ് സിറ്റുവേഷൻ, അതിൻ്റെ ഒരു ലിമിറ്റ് കഴിഞ്ഞിരിക്കുകയാണ്. എന്തായാലും നിങ്ങൾ അതുമായിട്ട് മുന്നോട്ട് പോയിട്ട് ഇനി കാര്യമുള്ളൂ. ഇനി കിടന്ന് ഇവിടെ വീഡിയോസ് ചെയ്തിട്ട് പ്രത്യേകിച്ച് ഒരു കാര്യമില്ല. നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും നീതി വേണമെങ്കിൽ കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇനിയെങ്കിലും പോയാൽ നിങ്ങൾ പറ്റുള്ളൂ. ഇനി ഇത് കഴിഞ്ഞിട്ട് നിജേഷ് എന്ന് പറയുന്നൊരു ചേട്ടൻ ക്രിട്ടിക് എന്ന് പറയുന്നൊരു യൂട്യൂബ് ചാനലിലൂടെ ഈ നടനെ പറ്റിയിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഓക്കെ, അതുകൂടെ ഞാൻ ഇനി ഇങ്ങോട്ട് വെക്കാം. എൻ്റെ പേര് ലിജേഷ്, ഞാനൊരു റൈറ്ററാണ്. അപ്പോൾ ഞാനിപ്പോൾ പറയാൻ വന്നത്, എനിക്ക് ഈ വ്യക്തിനെ അറിയാം, ഇദ്ദേഹത്തിന്റെ എല്ലാ കാര്യങ്ങളും അറിയാം. ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുമ്പോൾ ഇതിൽ എത്രമാത്രം ഭീഷണി വരും, ഇനി നെക്സ്റ്റ് വീഡിയോസ് എനിക്കറിയാവുന്ന ബാലയെക്കുറിച്ച് മറ്റാർക്കും അറിയാത്ത കുറേയേറെ സത്യങ്ങൾ ചിലപ്പോൾ എലിസബത്തിന് അറിയാവുന്നതായിരിക്കാം. അത്തരം കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുമ്പോൾ എനിക്ക് എൻ്റെ ജീവന ഭീഷണി ഉണ്ടാവോ, എന്നെ ഇയാൾ വണ്ടി ഇടിച്ചു കൊല്ലോ, ഡ്രഗ് കേസിൽപ്പെടുത്തോ, അല്ലെങ്കിൽ പിന്നെ കൊട്ടേഷൻ വെച്ച് കൊടുക്കോ, ഇതൊന്നും എനിക്കറിയില്ല. ഇതെന്താണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ എടുത്ത് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ മുമ്പിൽ വെച്ച് തന്നെ പലവട്ടം ഇദ്ദേഹത്തിന് ഉപദ്രവകാരികളായിട്ടുള്ള പലർക്കെതിരെയും ഇതേപോലെ അവരെ വകവരുത്താൻ ശ്രമിച്ചതായിട്ട് എനിക്ക് നല്ല രീതിയിൽ അറിയാം. കേട്ടല്ലോ, ഇത് ഇവർക്ക് മാത്രമല്ല, നമ്മളിപ്പോൾ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ഓരോ ആൾക്കാർക്കും നൈസായിട്ട് അവിടുന്ന് ഇവിടുന്ന് കുറേ പണി കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ടെക്നിക്കലായിട്ടും അല്ലാതെ ഓരോ രീതിയിലും വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളെല്ലാം നല്ല റിസ്ക് തന്നെയാണ് ഈ ഒരു വിഷയത്തെപ്പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്ക് 60 വയസ്സുള്ള പെണ്ണുങ്ങളായിട്ട് മേലായിട്ട് വർക്കുണ്ട് ബാലക്കുണ്ട്. ഈ ബിഹൈൻഡ് ഗുഡ്സിന്റെ ഹോം ടൂർ നടക്കുന്ന സമയത്ത് ബാലയുടെ റൂമിന്റെ ഉള്ളിൽ 2 സ്ത്രീകളുണ്ടായിരുന്നു. ഒന്ന് പാലക്കാട് എന്നുള്ള ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് കാര്യങ്ങൾ. അത് അവർ ആ സമയത്ത് ഉണ്ടായിരുന്നല്ല, ബാലയുടെ ഈ ടൂറിന്റെ സമയത്ത് ബാലയുടെ റൂമിലുണ്ടായിരുന്ന സ്ത്രീകളെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇവരെ രണ്ടാമത് കണ്ടാൽ എനിക്ക് തിരിച്ചറിയാൻ പറ്റും. ഇവരുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല, ഇവരുടെ പേരും എനിക്ക് വ്യക്തമായിട്ട് അറിയില്ല. ഞാൻ ആ പേര് പറഞ്ഞ് പുതിയ കുഴപ്പങ്ങളിൽ ചെന്ന് ചാടാനും ആഗ്രഹിക്കുന്നില്ല. എലിസബത്ത് ഉദയന് ഭ്രാന്തിയാണ് അല്ലെങ്കിൽ ഭ്രാന്താണെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് സൈഡിലോട്ട് മാറ്റി നിർത്താം. കാര്യം അങ്ങനെയാണല്ലോ നടൻ പറഞ്ഞിരിക്കുന്നത്. എലിസബത്തിന്റെ ഭ്രാന്തിയാണ്, മെന്റൽ ഡിസോർഡർ ആണ്, 15 വർഷമായിട്ട് മെഡിസിൻ എടുത്തുകൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, നമുക്ക് ആ ഒരു കാര്യങ്ങളൊന്നും നമ്മൾ വില കൊടുക്കണ്ട. ഇത് ഇയാളുടെ അടുത്ത സുഹൃത്തല്ലേ, ഇത് മറ്റൊരാളല്ലേ പറയുന്നത്. ഇനി ഇയാളെയും പറയുമോ, അല്ലെങ്കിൽ ഇയാൾക്ക് ഭ്രാന്താണ്, മെന്റൽ ഡിസോർഡർ ആണെന്ന് ഇനി അത് വന്ന് പറയാൻ നടമെന്ന് പറയുമോ? ഈ 60-70 വയസ്സുള്ളവരുടെ ഈ കാര്യമൊക്കെ പറയാൻ നിങ്ങളെ അടുത്തറിയും നിങ്ങളുടെ അടുത്ത ആൾക്കാരൊക്കെ തന്നെയാണ് പറയുന്നത്. നമ്മളല്ല ഇത് എവിടെയും വന്ന് സംസാരിക്കുന്നത്. പബ്ലിക്കിലോട്ട് നിങ്ങളെ അറിയുന്ന ആൾക്കാരാണ്, നിങ്ങളെ പറ്റിയിട്ട് അറിയുന്ന കാര്യങ്ങളാണ് വന്ന് സംസാരിക്കുന്നത്. അതിനെക്കുറിച്ചിട്ട് പബ്ലിക്കിലോട്ട് എത്തിക്കുന്നതിനെ പറ്റിയിട്ട് നമ്മൾ അഭിപ്രായങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ബാക്കി സ്ത്രീ വിഷയം ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഷ്ടം പോലെയുണ്ട്, ഒരുപാട് വിഷയങ്ങളുണ്ട് സ്ത്രീ. ഞാൻ അവിടെ താമസിക്കുന്ന കാലഘട്ടത്തിൽ അവിടെ പല സ്ത്രീകൾ വന്നു കയറുന്നത് എനിക്കറിയാം. ഇതൊക്കെ നിങ്ങൾക്ക് അറിയണമെങ്കിൽ നിങ്ങൾ പുറത്തുള്ള സെക്യൂരിറ്റിയോട് ചോദിച്ചു നോക്കിയാൽ മതി. അവിടെയുള്ള തമ്പിച്ചേട്ടൻ പറഞ്ഞ ഒരാളോട് ചോദിച്ചറിയാം. എലിസബത്ത് എത്ര ദിവസം കരഞ്ഞിട്ട് ചുവന്ന നൈറ്റ് ഇട്ടിട്ട് പുറത്തേക്ക് ഞാൻ കണ്ടിട്ടുണ്ടെന്ന് അറിയോ? എന്തിനാ ഞാൻ അവിടെ നിൽക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇദ്ദേഹത്തിന്റെ അടുത്ത് കഥ പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞ് ഞാൻ വീണ്ടും എന്തോ ഒരു സാധനം എടുക്കാൻ വേണ്ടി തിരിച്ചു വന്നപ്പോൾ ബാലരെ ഇവിടെ ഇരുന്ന് പുറത്തുനിന്ന് കരഞ്ഞ് ഞാൻ കണ്ടിട്ടുണ്ട്. ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ എലിസബത്ത് പറഞ്ഞ ഓരോ കാര്യങ്ങളും സത്യമാണ്. ഇത്രയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ടാണ് ഇതുമായിട്ട് മുന്നോട്ട് പോകാത്തത്? ഇവിടെ ഞാൻ ഇതാണ് പറയുന്നത്, നിങ്ങൾ ഇനി ഇവിടെ വന്ന് സംസാരിച്ചിട്ട് ഒരു കാര്യമില്ല. ഇനി സംസാരിച്ചൊക്കെ ഓക്കെ, ഇയാളെ നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു, ഇനി ഇത് പറയേണ്ടത് ലീഗലി മൂവ് ചെയ്യണം. ഇനിയിപ്പോൾ എന്തായാലും ഇത്ര ആയില്ലേ, എന്തായാലും മൂവ് ചെയ്യുക. കാര്യം നിങ്ങൾ പറയുന്നതൊന്നും കേൾക്കാനെ കൊണ്ട് വേറെ ആരും തയ്യാറാവുന്നില്ല. അപ്പോൾ അയാളുടെ ഇൻഫ്ലുവൻസ് കാരണം പോകാന്നുണ്ടെങ്കിൽ ഓക്കെ, നിങ്ങൾ ഇവിടെ നിങ്ങളുടെ ഒരു പ്രസ് മീറ്റിൽ വന്ന് നിങ്ങൾ സംസാരിക്കുക, അല്ലെങ്കിൽ മീഡിയാസ് നിങ്ങളെ അല്ലെങ്കിൽ മെയിൻ സ്ട്രീം ചാനൽസ് കവർ ചെയ്യാൻ വരുന്നില്ലെങ്കിൽ നമ്മളിവിടെ ഉണ്ട്, നമ്മളിവിടെ ധൈര്യമായിട്ട് നമ്മളിവിടെ തന്നെ ഒപ്പം തന്നെ ഉണ്ട്. എന്തായാലും നിങ്ങൾ ലീഗലി നിങ്ങൾ മൂവ് ചെയ്യുക. നിങ്ങളിപ്പോൾ പറയുന്ന പോലെ തന്നെ ബാല അത്ര നല്ല മനുഷ്യനൊന്നുമല്ല. ബാലയ്ക്ക് 6ഉം 60ഉം ഒരേപോലെയാണ്.
ഈ 6ഉം 60ഉം ഒരേപോലെയാണ് എന്ന് പറഞ്ഞേക്കുന്ന സാധനം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. നമ്മൾ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. ഈ നമ്മൾ പറഞ്ഞിട്ട് ഇനി അടുത്ത വള്ളി ഇനി നമ്മുടെ തലവന്ന് വീഴും. ഓക്കെ, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പല ആൾക്കാരും നമുക്ക് പേഴ്സണലി മെസ്സേജ് ചെയ്തിട്ട് കുറേ കാര്യങ്ങളൊക്കെ അയച്ചു തന്നിരിക്കുന്ന കുറേ സാധനങ്ങളൊക്കെ തന്നെ. ഇത് നമ്മളായിട്ടൊന്നും അല്ല പറയുന്നത്. ഇത് നിങ്ങളെ അടുത്തറിയുന്ന ആൾക്കാർ തന്നെയാണ് പറയുന്നത് 6ഉം 60ഉം ഒരേപോലെയാണ്. ഏതെങ്കിലും തരത്തിൽ എന്നെ വധിക്കാൻ ശ്രമിക്കും അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ എന്നെ കൊല്ലാൻ ശ്രമിക്കും എന്നതിന് ഉത്തമ ഉദാഹരണം ഞാൻ നിങ്ങളോട് പറയാം. ബാലയുടെ ആദ്യത്തെ വൈഫ് എന്ന് നമുക്ക് അറിയപ്പെടുന്ന ഒരു കല്യാണം കാര്യങ്ങളെല്ലാം അറിയാം. അതിന്റെ ഓൾറെഡി ഇദ്ദേഹം ഒരു വഞ്ചന കേസിൽ കിടക്കാണ്. പേപ്പറിൽ സ്വന്തം മകളുടെ ഒരു ഫോട്ടോ പോലും, ഒരു ടീ കപ്പ് അല്ലാതെ ഒരു സാധനം പോലും ബാലയുടെ ഫ്ലാറ്റിലില്ല. ബാല എന്ന് പറഞ്ഞ വ്യക്തി ഈ പറഞ്ഞ കുട്ടിക്ക് കൊടുക്കാനുള്ള 12 എത്രയോ ലക്ഷത്തില് എന്താ പറയാ വഞ്ചന കാണിച്ചു എന്നാണല്ലോ പറയുന്നത്. അല്ല, പേപ്പർ തെറ്റിയത്. കോടതിനെ വരെ ഇത്തരത്തിൽ കബളിപ്പിക്കാൻ ശ്രമിക്കുന്ന ബാലയ്ക്ക് ഒരുപാട് ഗുണ്ടായിസം, എറണാകുളത്തുണ്ട് ഒരുപാട് ഗുണ്ടാപടം തന്നെയുണ്ട്. ഈ ഗുണ്ട ടീംസ് അവരുമായിട്ടുള്ള ബന്ധങ്ങൾ, അപ്പം അതിനകത്ത് മറ്റേ എലിസബത്ത് അന്ന് പറഞ്ഞേക്കുന്ന ഒരു സാധനം, ഇത് മിഷേൽ ഷാജിയുടെ ഇതുമായിട്ടുള്ള കാര്യങ്ങളെ പറ്റിയിട്ടൊക്കെ ഇതിനകത്ത് ഇൻവോൾവ്മെന്റ് ഉള്ളതാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട് കേട്ടിട്ടുള്ള കേസുകളിൽ കേട്ടിരുന്ന പല പേരുകളുള്ള ആളുകളുമായിട്ടും ഇയാൾക്ക് ബന്ധമുണ്ട്. അപ്പം ഇതിനകത്ത് ഒരുപാട് നിങ്ങൾക്ക് ഇത്രയും തെളിവുകൾ അല്ലെങ്കിൽ ഇതുമായിട്ട് അറിയുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഇതുമായിട്ട് നിങ്ങൾ ഫോർവേഡ് ഇത് ലീഗലി നിങ്ങൾ മൂവ് ചെയ്യുക, അത്രേ പറയാനുള്ളൂ. പിന്നെ ഇതിനകത്ത് പാപ്പു ആ ഒരു മകളോടുള്ള സ്നേഹം ഭയങ്കരമായിട്ട് കവിഞ്ഞൊഴുകി ആൾക്കാരുടെ മുന്നിൽ അഭിനയിക്കുന്ന ഒരു വ്യക്തിയാണ്. വീട്ടിൽ ഒരു ഫോട്ടോ പോലും ഇല്ല മകളുടെ. നല്ല മനുഷ്യൻ. ഇതിനെ വെച്ചിട്ട് ഇയാൾ വീഡിയോ ചെയ്യുന്നതും എലിസബത്തിനെ വെച്ച് വീഡിയോ ചെയ്യുന്നതും ഈ വീഡിയോ ചെയ്യുന്ന ആർക്കും അറിയില്ല. നാളെ പ്രതികളാവുന്നത് ഇവരായിരിക്കും. ഇദ്ദേഹം ഒന്നും പറയില്ല, വേറൊരാളെ വെച്ച് ചെയ്യും. കാരണം ഇദ്ദേഹത്തിന് മറ്റൊരാളുടെ അടുത്ത് കെഞ്ചാനോ ഇതിനെല്ലാത്തിനും ഭയങ്കര ബുദ്ധിമുട്ടാണ്. നിങ്ങൾ എലിസബത്തിന്റെ വിഷയത്തിൽ കേട്ടില്ലേ? എലിസബത്താണ് ബാലയുടെ റെമുനറേഷൻ വേണ്ടി ചോദിക്കുന്നത്. ഇത്ര വലിയ ആക്ടറാണ്, അയാൾക്ക് റെമുനറേഷൻ ചോദിച്ചു അങ്ങനെ അറിയില്ല. റെമുനറേഷന്റെ കാര്യം എല്ലാ കാര്യം ഞാൻ പറയാം. ജേക്കബിനെ കൊണ്ടുവന്ന് അന്ന് നമ്മൾ പറഞ്ഞ സാധനം, ഇയാൾ പുറകിൽ നിന്ന് ഈ കരിക്കൾ നീക്കുകയാണ്. അയാളുടെ മുന്നിൽ ഇയാൾ വേണ്ടിയിട്ട് ഇയാളാണ് കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ അയാൾക്ക് വേണ്ടി സംസാരിക്കാൻ കൊണ്ട് നിർത്തിയേക്കുന്ന സാധനങ്ങളാണ്. ഇപ്പം ആ ഒരു ജേക്കബ് ആണെങ്കിലും കൂഗിലാണെങ്കിലും ഇയാൾ കരിക്കൾ നീക്കി, ഇയാളാണ് പിന്നാമ്പുറത്ത് നിന്ന് കളിക്കുന്നത്. എന്നിട്ട് രണ്ടുപേരും സെയിമായിട്ട് പറഞ്ഞേക്കുന്ന ഒരു ഡയലോഗ് നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നോ? ഇത് ഞാൻ അപ്പം ആ നടൻ വേണ്ടെന്ന് പറഞ്ഞു, എന്നിട്ട് ഞങ്ങളൊന്ന് സംസാരിക്കുന്നതാണെന്ന് ഇവർ രണ്ട് കൂട്ടരും അങ്ങനെയാണ് പറയുന്നത്. സെയിം ഡയലോഗ്, അതിലൊരു മാറ്റവും ഇല്ല. കാര്യം ആദ്യം പറയാം. ഈ തോക്ക് ഞാനന്ന് വന്ന ജനുവരി 2, 3 എന്തോ ആണ് ഞാൻ അദ്ദേഹത്തിനോട് സ്റ്റേ ചെയ്യുന്നത്. അന്ന് മുതൽ ഞാൻ ബാലയുടെ ഫ്ലാറ്റിലുണ്ട്. ബാലയ്ക്ക് ഏതോ ഒരു എന്താ പറയുക, ഏഷ്യനെറ്റിന്റെയോ മഴവിൽ മനോരമയോ എന്തെങ്കിലും ഒരു പ്രോഗ്രാമിനോടനുബന്ധിച്ചിട്ട് തിരുവനന്തപുരത്ത് പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായപ്പോൾ എന്നോട് ഫ്ലാറ്റ് ഒന്ന് നോക്കാമോ ലിജേഷ്? അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനിവിടെ സാറില്ലാതെ എങ്ങനെയാണെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞത്, ലിജേഷ് ഇവിടെ ഇരുന്നാൽ മതി, ഫുഡിന് ഇവിടെ എല്ലാം വേലക്കാർ കാര്യങ്ങളൊക്കെ ഉണ്ട്, ഫുഡ് കാര്യങ്ങളെല്ലാം കിട്ടും, ജസ്റ്റ് നീ ഇവിടെ നിന്നാൽ മതി, നിന്നെ വിശ്വസിച്ച് ഏൽപ്പിച്ചിട്ട് പോകാനാണെന്ന് പറഞ്ഞ് ഇദ്ദേഹം ആ പ്രോഗ്രാമിൽ കാര്യങ്ങളെല്ലാം പോയിട്ട് ഇദ്ദേഹം രാത്രി വന്നു. അങ്ങനെയാണ് പറഞ്ഞത്. അപ്പോൾ ഈ തോക്കുമായിട്ട് ഞാൻ ഇദ്ദേഹത്തിന്റെ എലിസബത്ത് പല വീഡിയോയിലും പറയുന്ന ഗസ്റ്റ് ഹൗസ് നമ്മുടെ ഇവിടെ എടപ്പള്ളി ചെങ്ങമ്പുഴ നഗരക്ക് എത്തുന്നതിനൊക്കെ മുമ്പ് ഉള്ളൊരു സ്ഥലമാണ്. അപ്പോൾ അവിടേക്ക് പോയപ്പോൾ ഇദ്ദേഹത്തിന്റെ കയ്യിൽ 2 എന്താ പറയുക തോക്കുണ്ട്. ആ തോക്ക് ഇയാൾ ബാഗ് തന്ന ബാഗ് എടുത്ത് ഞാൻ എന്നോട് കയ്യിൽ പിടിക്കാൻ പറഞ്ഞു. ഞാൻ ഇങ്ങനെ ഇട്ടിട്ടാണ് ഞാൻ പോയത്. അതിനുശേഷം അവിടെ ഈ ഗസ്റ്റ് ഹൗസിൽ കാര്യം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഗസ്റ്റ് ഹൗസിൽ നേരത്തെ പറഞ്ഞ എന്താണ് പ്രോഗ്രാം ബിഗ് ബോസ്. ഞാൻ ഈ ചവിട് പരിപാടി കാണാറില്ല, അതുകൊണ്ടാണ് ഏത് സീസണാണെന്ന് അറിയില്ല. ബിഗ് ബോസിലെ ഒരു എന്താ പറയുക, ഒരു ഷോർട്ട് ഫിലിമിൽ കൂടെ ഒരു വൈറലായിട്ടുള്ള ഒരു ലേഡി ഉണ്ടായിരുന്നു. ആ ലേഡി അവിടെ കുറച്ച് ലേഡീസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവിടെയൊക്കെ ബാല പോയിട്ടുണ്ട്. അവരെല്ലാവരും തോക്ക് കണ്ടിട്ടുണ്ട്. ഓക്കെ, അപ്പം ഈ ഇയാളുടെ കയ്യിൽ ഈ ഒരു തോക്കിന്റെ കേസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കുറേ ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ സംസാരമുണ്ട്. ഓക്കെ, അപ്പം അന്ന് ഇപ്പം ഇതുമായിട്ട് അന്വേഷണമായിട്ട് പോലീസ് ഉദ്യോഗസ്ഥർ പോയപ്പോഴത്തേക്കും ഈ സാധനം കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതെന്താ എന്നുള്ളത് നമുക്കറിയത്തില്ല. ഇയാളുടെ കയ്യിൽ അങ്ങനെ ഒരു സാധനമുണ്ട്, ഇത് പല ആൾക്കാരും കണ്ടിട്ടുമുണ്ട്. പക്ഷേ അങ്ങനെ സാധനം നമ്മുടെ കേരള പോലീസിന് അവിടെ ചെന്ന് കണ്ടെത്താൻ കഴിഞ്ഞില്ല. എന്തുകൊണ്ട് പറ്റിയില്ല എന്നുള്ളത് നമുക്കറിയത്തില്ല. ബാലയുടെ തോക്ക് കണ്ട പറയത്തില്ല. കുറേ സിനിമാ താരങ്ങൾ ബാലയുടെ തോക്ക് കണ്ടിട്ടുണ്ട്. ബാലയുടെ വീട്ടിലെ ഇന്റർവ്യൂവിന് വരുന്ന ചാനലിന്റെ പേര് ഞാനിപ്പോൾ പറയുന്നില്ല, നിങ്ങൾക്ക് നിർബന്ധമാണ് ഞാനത് വെളിപ്പെടുത്താൻ. ഞാൻ വെളിപ്പെടുത്തുമ്പോൾ പല ആളുകളുടെ പേര് പറയേണ്ടി വരും. ഒരു ചാനലിന്റെ ഒരു പ്രമുഖ ചാനൽ ഒരുപാട് ഇന്റർവ്യൂസും കാര്യങ്ങളെല്ലാം എടുക്കുന്ന ഒരു ആങ്കറിനെ പറ്റി ഒരു വിവാദം ഇവിടെ ഇതിനൊക്കെ മുമ്പ് ഉണ്ടായിട്ടുണ്ട്. ഒരു സുപ്രസിദ്ധ സിനിമാ താരമായിട്ട് വലിയൊരു ഇഷ്യൂ ഉണ്ടായിട്ടുണ്ട് ഇവിടെ. ആ ആങ്കർ ഞാൻ ഈ നേരത്തെ പറഞ്ഞ നമ്മുടെ എന്താ ദേശാഭിമാനിയുടെ അവിടെയുള്ള അവിടെ ബീർ ബോട്ടിൽ ഹെനിക്കിന്റെ ബോട്ടിൽ സ്റ്റെപ്പും വെച്ചിട്ട് അതിലേക്ക് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഈ ആങ്കർ കൂടെ ഉണ്ടായിരുന്ന കുറച്ച് ആങ്കേഴ്സും അവരുടെ ക്രൂ എല്ലാം ഈ തോക്ക് പിടിച്ച് നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഒരു തോക്കൊക്കെ ഷൂട്ട് ചെയ്തു. അപ്പോൾ ഒറിജിനൽ തോക്കല്ല, നമ്മുടെ എയർഗൺ പോലത്തെ കൊണ്ട് നമ്മൾ എന്താ പറയുക ബീർ കുപ്പിയിൽ ഷൂട്ട് ചെയ്തു. അപ്പോൾ മറ്റേ തോക്ക് ചോദിച്ചപ്പോൾ ബാല ആർക്കും കൊടുത്തില്ല. കാരണം അത് പൊട്ടും എന്നാണ് ബാല പറഞ്ഞത്. ബാലയിൽ തോക്കുണ്ട് എന്ന് ഞാൻ പറയുന്നു, ഞാൻ കണ്ടിട്ടുള്ളതാണ്. ഈ ചെകുത്താന്റെ വിലയ്ക്ക് ആറാട്ടെണ്ണം തോക്ക് കണ്ടിട്ടുണ്ട്. പിന്നെ തോക്കേണ്ട വ്യക്തികളെ ഞാൻ പറയാം. ഇതേപോലെ തന്നെ പ്രമുഖ ചാനലിലെ ഒരാൾ സീക്രട്ട് ഏജന്റ്, അദ്ദേഹം തോക്ക് കണ്ടിട്ടുണ്ട്. ഇതൊക്കെ ഇവർ പറയുമെന്ന് എനിക്കറിയില്ല. ഇവരൊക്കെ അവിടെ വന്നിട്ടുള്ളതാണ്. ഞങ്ങൾ 3 ബെൽറ്റ് ആ പറയുന്ന ടൈമിൽ ബാലയും ആറാട്ടെണ്ണനും ഞാനും സീക്രട്ട് ഏജന്റിന്റെ കൂടെ ഉള്ള ഒരു വ്യക്തിയും കൂടി ഒരുമിച്ചെടുത്ത ഫോട്ടോ, ആ ഫോട്ടോ കാര്യങ്ങളൊക്കെ അന്ന് അതിൽ ഞാനുള്ള ഫോട്ടോ വന്നില്ല, അല്ലാതെ അവർ ഒരുമിച്ചിരിക്കുന്ന ഫോട്ടോ വന്നിട്ടാണ് ബെൽറ്റ് എന്ന് പറഞ്ഞത്. അപ്പോൾ ഈ പറഞ്ഞ ഒരുവിധ ആൾക്കാർക്കൊക്കെ ബാലയിൽ തോക്കുണ്ട് എന്നറിയാം. ഓക്കെ, അങ്ങനെ കുറെ ആൾക്കാർക്ക് അറിയാം. എന്ത് സീക്രട്ട് സായി ചേട്ടനും പറഞ്ഞിട്ടുണ്ട്, തന്റെ വീഡിയോക്കകത്ത് പറഞ്ഞിട്ടുണ്ട് പുള്ളി ഇത് കണ്ടിട്ടുണ്ടെന്ന്. ഞാൻ പറയുന്നു ഞാൻ കണ്ടിട്ടുണ്ട്. ഈ വ്യക്തി പറയുന്നത് വളരെ ശരിയാണ്, ഞാൻ കണ്ടിട്ടുണ്ട്. കണ്ടില്ലേ, പുള്ളി പറയുന്നൊരു സാധനമാണ്. ഈ സാധനം പുള്ളിയും കണ്ടിട്ടുണ്ട്. ഇദ്ദേഹം പറയുന്ന കാര്യങ്ങൾ ശരിയാണെന്നുള്ളത് സായി ചേട്ടനും പറയുന്നുണ്ട്. അപ്പം ഇങ്ങനൊരു സാധനം ഇയാളുടെ കയ്യിലുണ്ട്. പക്ഷേ ഇവിടുത്തെ നമ്മുടെ കേരള പോലീസിന് കണ്ടെത്താൻ സാധിച്ചില്ല. ഓക്കെ, ഓൾറെഡി ഈ പറയുന്ന പോലെ ഇയാൾ സ്വന്തം മകളുടെ ഒരു കേസിൽ ഫോർജറി നടത്തുകയും ഇയാളുടെ ഇൻഫ്ലുവൻസ് ഒക്കെ കൊണ്ട് നടത്തുകയൊക്കെ ചെയ്ത്, അപ്പം എന്താ നമുക്ക് അറിയത്തില്ല. ഇത്രയും നേരം നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്ന എൻ്റെ 2 വീഡിയോയിൽ ഞാൻ ആരെ പറ്റിയാണോ മെൻഷൻ ചെയ്തുകൊണ്ടിരുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആരെ പറ്റിയാണോ മെൻഷൻ ചെയ്തത്, ആ വ്യക്തി എനിക്ക് നേരെ തോക്ക് ചൂണ്ടിയിട്ടുണ്ട്. ഓക്കെ,
ഇദ്ദേഹത്തിന് നേരെ തോക്ക് ചൂണ്ടിയിട്ടുണ്ട്. ഓക്കെ, എത്ര വലിയ സീരിയസ് ഒഫൻസ് ആണെന്നുള്ളത് നിങ്ങൾ ആലോചിച്ച് നോക്കുക. നേരെ തോക്ക് ചൂണ്ടിയേക്കുന്ന ഒരു കാര്യമാണ്. ഇദ്ദേഹത്തിൻ്റെ ഒരു പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3 അങ്ങനെ ഒരു 3 വീഡിയോസ് ഇദ്ദേഹം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇദ്ദേഹത്തിന് നേരെ തോക്ക് ചൂണ്ടിയിട്ടുണ്ട്. ഏറ്റവും വലിയൊരു കുറ്റമാണ്. ആ സമയം ആ പ്രധാന ആക്ടർ എന്താ പറയുക, മദ്യലഹരിയിലായിരുന്നു. ഇദ്ദേഹത്തിനോട് ഞാൻ പിറ്റേ ദിവസം ഇത് ചോദിച്ചപ്പോൾ, എടാ ഞാൻ അങ്ങനെയൊക്കെ ചെയ്യോ, തമാശയ്ക്ക് കാണിച്ചതാ എന്ന്. പക്ഷെ അദ്ദേഹം ആ സമയത്തിനോട് ഒരു ഡയലോഗ് കൂടി പറഞ്ഞിരുന്നു, ഈ കാര്യം നീ പുറത്ത് എവിടെയെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ലിജേഷ് നീ ഗാലി എന്നാണ് അയാളോട് പറഞ്ഞത്. അന്ന് തുടങ്ങി എൻ്റെ മൈൻഡിൽ കിടക്കുന്നുണ്ട്. ഇത് ഏതൊരു കാര്യത്തിനെ പറ്റി സംസാരിച്ചപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷഫീഖിന്റെ സന്തോഷം എന്ന് പറഞ്ഞൊരു സിനിമ ഉണ്ടായിരുന്നു. ആ സിനിമയിൽ ഇദ്ദേഹം ഈ പറഞ്ഞ നമ്മുടെ സുപ്രധാന ആക്ടർ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ അഭിനയിച്ച ആള് അതിൽ അഭിനയിച്ച പ്രധാന നായകന്റെ ക്യാരവണിൽ കണ്ട ഒരു രഹസ്യം, ഒരു കാര്യം ഇദ്ദേഹം പറഞ്ഞു. ഈ പ്രധാന ആക്ടർ നമ്മൾ ഈ പറയുന്ന അണ്ണാച്ചി അയാൾ പറയുന്നതിൽ ഒരിക്കലും എനിക്കത് സത്യം ഉണ്ടെന്ന് ഞാൻ തോന്നിയില്ല. കാരണം ഞാൻ അറിയാവുന്ന ആ സിനിമയിലെ ആ നായകനെ എനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാവുന്നതാണ്. അദ്ദേഹത്തിന്റെ കുറെ കാര്യങ്ങളെല്ലാം ഞാൻ അദ്ദേഹത്തിന്റെ വേറെ സെറ്റിൽ പോയപ്പോൾ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളും കാര്യങ്ങളെല്ലാം കണ്ടിട്ട് എനിക്ക് വളരെയധികം അഭിപ്രായം, മലയാളീസിന്റെ നല്ലൊരു അഭിപ്രായമുള്ള വ്യക്തിയാണത്. അധികം സ്ട്രേറ്റ് ഫോർവേഡ് ആണ് എന്ന് എനിക്കറിയാം. അപ്പോൾ അദ്ദേഹത്തിനെ പറ്റി ഒരു അലിഗേഷൻ പറഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തിനോട് ഈ പറഞ്ഞ സുപ്രധാന ആക്ടർ ഉണ്ടല്ലോ അണ്ണനോട് ഞാൻ തർക്കിച്ചിരുന്നു. അദ്ദേഹം അങ്ങനെ ഒന്നും ചെയ്യില്ല. പിന്നെ അദ്ദേഹം റെമ്യൂണറേഷൻ ഒന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞപ്പോൾ ആ സമയത്ത് ഞാൻ ഈ റെമ്യൂണറേഷൻ കിട്ടിയതായിട്ടുള്ള ഒരു പേപ്പറോ സ്റ്റേറ്റ്മെന്റ് ഒന്നും കണ്ടിട്ടില്ല. ആ സമയത്താണ് ഈ പറഞ്ഞ സുപ്രധാന ആക്ടർ എന്നെ ഇത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥയിലാണ് എനിക്കത്. എന്തുകൊണ്ട് ഞാൻ ഇത്ര നാൾ പറയാതിരുന്നു വെച്ച് കഴിഞ്ഞാൽ, ഓക്കെ ഞാൻ അദ്ദേഹത്തിന്റെ അടുത്ത് നിന്ന് മാറിപ്പോയി 2 കൊല്ലത്തേക്ക് എനിക്ക് അദ്ദേഹത്തിന് യാതൊരു പ്രശ്നവും അദ്ദേഹത്തിന്റെ ഭാഗത്ത് എനിക്ക് പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും തന്നെ ഉണ്ടായില്ല. കാരണം ഞാൻ ഒരു സ്ഥലത്തും വന്നിട്ടുണ്ടായില്ല, ഇദ്ദേഹത്തിനെതിരായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതിനുശേഷം തന്നെ 2023 ബർത്ത്ഡേക്ക് ഞാൻ അദ്ദേഹത്തിന് വിഷ് ചെയ്തിരുന്നു. അദ്ദേഹം എനിക്ക് റിപ്ലൈ കാര്യങ്ങളും തന്നില്ല. അയാൾ സീനായെങ്കിലും എനിക്ക് റിപ്ലൈ തന്നില്ല. ഞാൻ പ്രതീക്ഷിച്ചില്ല. അതുകൊണ്ട് എനിക്ക് ഒരുപാട് ഭീഷണിയുണ്ട്. എന്തിനാണെങ്കിലും ഞാൻ ഇതിനെ തുടർന്ന് ഇന്ന് വൈകിട്ട് ഞാനിപ്പോൾ സ്റ്റേഷനിലേക്ക് എന്തെങ്കിലും എന്നെ വിളിപ്പിക്കുകയാണെങ്കിൽ തീർച്ചയായും ഞാൻ അതിന് മുമ്പ് ലൈവ് വരുന്നതാണ്. ഞാൻ ഇത്തരത്തിൽ സ്റ്റേഷനിലോട് ഈ കാര്യം പറയാൻ പോകുന്നുണ്ടെന്നുള്ള കാര്യം തീർച്ചയായും ഞാൻ നിങ്ങളെ അറിയിക്കുന്നതാണ്. ഇതുവരെ എനിക്ക് കോൾസോ വേറെ കാര്യങ്ങളോ ത്രെറ്റനിങ്ങോ ഒന്നും ഇതുവരെ വന്നിട്ടില്ല. ഓക്കെ, അപ്പം നിങ്ങളുടെ ഇപ്പം എലിസബത്ത് ചേച്ചിയുടെ അടുത്താണെങ്കിലും അദ്ദേഹത്തിൻ്റെ അടുത്താണെങ്കിലും പറയുന്ന കാര്യങ്ങൾ, ഈ ഉള്ള കാര്യങ്ങൾ എവിഡൻസ് കാര്യങ്ങളൊക്കെ ആയിട്ട് നിങ്ങൾ ലീഗലി മൂവ് ചെയ്യുക. ഇയാൾക്ക് മാത്രമല്ലല്ലോ കമ്മീഷണർ ഓഫീസിന്റെ മുന്നിൽ നിന്നിട്ട് ഇത്രയും മീഡിയസിന് വിളിക്കുന്ന സംസാരിക്കണം. പിന്നെ മീഡിയസ് ചെയ്തേക്കുന്ന കാര്യം, അവിടെ ഇത്രയും ആ എലിസബത്ത് എന്ന് പറയുന്ന ഒരു ലേഡിക്കെതിരെ സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരാൾക്ക് പോലും തിരിച്ചൊരു മറുപടി ചോദിക്കാനോ ഒന്നും അറിയത്തില്ല. ഇവിടെ മറ്റേ ഹണി റോസിന്റെ വസ്ത്രധാരണത്തെക്കുറിച്ച് വന്നപ്പോഴത്തേക്കിനും ഓരോ ആൾക്കാരെ നിർത്തി വെച്ച് അലക്കിക്കൊണ്ട് ഓരോ കാര്യങ്ങൾ സംസാരിച്ചു. പിന്നെ ബോബി ചെമ്മണ്ണൂരിനെ പറ്റിയിട്ട് ആ ഒരു വിഷയത്തെ പറ്റിയിട്ടൊക്കെ ഇങ്ങനെ സംസാരിക്കുന്ന ആൾക്കാർക്ക് ഈ ഒരു വിഷയത്തിൽ എന്താണ് പേടിയാണോ നിങ്ങൾക്കൊക്കെ? എനിക്കറിയാൻ മേലാതാണ് ചോദിക്കുക. പിന്നെ എന്തിനാണെങ്കിലും ഞാൻ അവസാനമായിട്ടൊരു വേറൊരു കുട്ടി കഥയും കൂടെ പറയാം. ഇതുമായിട്ടൊന്നും ബന്ധപ്പെടുന്ന ഒരു കാര്യമേ അല്ല. ഒരു പാരലൽ യൂണിവേഴ്സിൽ നടക്കുന്ന ഒരു കഥയാണ്. അപ്പോൾ ഈ ഒരു കഥയിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പയ്യനാണ് മെയിനായിട്ടുള്ള നിൽക്കുന്നത്. ആ പയ്യൻ്റെ ജോലി എന്ന് വെച്ച് കഴിഞ്ഞാൽ സമൂഹത്തിലെ തെറ്റുകൾക്കെതിരെ വിരൽ ചൂണ്ട്, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ പബ്ലിക്കിലോട്ട് കൊണ്ടെത്തിക്കുന്ന കാര്യങ്ങൾ അഭിപ്രായം പറയാന്നുള്ളതൊക്കെയാണ്. അപ്പം ഈ പയ്യനെ പോലെ തന്നെ ജോലി ചെയ്യുന്ന കുറേ ആൾക്കാരും ഉണ്ട്. പക്ഷേ ഈ ഒരു ഘട്ടം കഴിഞ്ഞപ്പോഴത്തേക്കിനും ഒരു മെയിനായിട്ടൊരു പുള്ളി ഇവരുടെ മുന്നിലോട്ട് എത്തുകയാണ്. അയാളെക്കുറിച്ചുള്ള കുറേ കാര്യങ്ങൾ അറിഞ്ഞു. അപ്പോൾ അതിനെ അവരുടെ അഭിപ്രായങ്ങൾ കാര്യങ്ങളൊക്കെ ഈ പറയുന്ന ഓരോ ആൾക്കാർ സംസാരിക്കുന്നുണ്ട്. അപ്പം ആ പയ്യന് ഇവരുടെ അടുത്ത് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ, എന്തെങ്കിലുമൊക്കെ ചെയ്യാനുണ്ടെങ്കിൽ കൂട്ടമായിട്ട് വന്നു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. കാര്യം അവൻ സൂപ്പർമാൻ്റെ ജെട്ടി ഒന്നും ഇട്ടില്ല, അല്ലെങ്കിൽ സൂപ്പർ സ്റ്റാർ രജനീകാന്ത് ഒന്നും അല്ല. ഇത്രയും ആൾക്കാരെ ഒറ്റയ്ക്ക് ഇടിച്ചിടാൻ നിൽക്കണം. അതുകൊണ്ട് എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ ഒറ്റയ്ക്ക് വാ, നേർക്ക് നേരെ ഒറ്റയ്ക്ക് വരുവാണെങ്കിൽ ആ പയ്യന് എന്തെങ്കിലും ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ ആയുധങ്ങളുമായിട്ട് വന്നു കഴിഞ്ഞാൽ ഈ പയ്യന് വലിയ മാരകായുധങ്ങൾ ഇമ്പോർട്ട് ചെയ്തെടുക്കാനും മാത്രമുള്ള ആ ഒരു ലെവലിലോട്ട് ആ പയ്യൻ എത്തിയിട്ടില്ല. അതുകൊണ്ട് എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ കൂട്ടമായിട്ട് വരാതെ ഒറ്റയ്ക്കാണെങ്കിൽ ഓക്കെ, ആ പയ്യൻ റെഡിയാണ്. ഓക്കെ, അപ്പം എന്നുള്ളതാണ് ഈ ഒരു പയ്യന് ആ ഒരാളുടെ അടുത്ത് പറയാനുള്ളത്. ഓക്കെ, ഇതിപ്പം ഞാൻ ഈ ഒരു പാരലൽ യൂണിവേഴ്സിൽ ഒരു കഥ പറഞ്ഞത് നമ്മൾ പുതിയതായിട്ടൊരു ഷോർട്ട് ഫിലിം പ്ലാൻ ചെയ്യുന്നുണ്ട്, അതിൻ്റെ ഒരു കഥയാണ്. അപ്പോൾ ഈ ഒരു കഥ അത്യാവശ്യം വർക്ക് ആവുമെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും ഈ ഒരു വിഷയത്തെ പറയുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റ് ബോക്സിൽ പറയാം. നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. അപ്പോൾ ശരി.